ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗിരീഷിനെ കാണാനെത്തുന്ന ശാരിക, നന്ദേട്ടൻ ഇസബെല്ലയോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയെന്നും ചേച്ചിക്കും അത് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടുപോയതുകൊണ്ട് എനിക്ക് അയാളെ തല്ലാൻ പറ്റില്ലല്ലോ. പക്ഷേ ഗിരീഷ് ഏട്ടൻ എനിക്ക് വേണ്ടി അത് ചെയ്യണം. ചേച്ചി ഇപ്പോൾ ബോൾഡായിട്ടുണ്ടെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കാൻ ചേച്ചിക്ക് കഴിയുന്നില്ല. സ്വന്തം ഭാര്യയോട് ഉത്തരവാദിത്വം കാണിക്കാതെ നടക്കുന്ന അയാളെ പോലെ ഒരുത്തനെ എൻ്റെ ചേച്ചിക്ക് ഇനി വേണ്ട. അതുകൊണ്ട് നന്ദേട്ടൻ ഇസബെല്ലയോടൊപ്പം എവിടെയുണ്ടെന്ന് ഗിരീഷേട്ടൻ കണ്ടെത്തണമെന്നെല്ലാം ശാരിക പറയുമ്പോൾ ശാരികയ്ക്ക് ദേവികയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും എന്നെല്ലാം തിരിച്ചറിയുന്ന ഗിരീഷാണെങ്കിൽ നന്ദൻ എവിടെയുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും, തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം ഗിരീഷ് പറയുമ്പോൾ അങ്ങനെ അയാൾ തിരിച്ചു വന്നാൽ ചേച്ചിയുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയല്ല, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെപ്പിച്ച് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അയാളെ പോലെ ഒരുതിനു വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം ഹോമിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ശാരിക. പിന്നീട് ആ മാധ്യമപ്രവർത്തകൻ നന്ദുവിൻ്റെയും ഇസബെല്ലയുടെയും മുറിയിലെത്തി തന്ത്രപൂർവ്വം അവരറിയാതെ ഫോണിലുള്ള വീഡിയോ ഓൺ ചെയ്തു വെക്കുകയും അവരൊരുമിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നു. നന്ദനും ഇസബെല്ലയും A to Z ഹോം സ്റ്റേയിൽ ഒരേ മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെ കഴിയുകയാണെന്നെല്ലാം അയാൾ പറയുമ്പോൾ ചന്ദ്രമതി ആദ്യം വിശ്വസിക്കുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരത് തള്ളിക്കളയുമ്പോൾ മാഡത്തിൻ്റെ ഫോണിലേക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ അയക്കാമെന്നും അത് AI ക്രിയേഷനൊന്നുമല്ല, ഒറിജിനൽ വീഡിയോ ആണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അയക്കുന്ന വീഡിയോ കണ്ട് ശരിക്കും ഞെട്ടിവെറിച്ച് പോവാണ് കേട്ടോ ചന്ദ്രമതി. പിന്നീട് ചന്ദ്രമതി ദേവികയെ കാണാൻ തന്നെ തീരുമാനിക്കുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും 2 ദിവസമായിട്ട് നന്ദുവിനെ കാണാത്തതിൻ്റെ ഒരു പുകച്ചിലുണ്ടായിരുന്നു. അപ്പോഴാണ് നന്ദു ഇസബെല്ലയുടെ ഒപ്പം ഉണ്ടെന്നുള്ള വിവരം കിട്ടുന്നത്. ശാരികയാണ് അത് കണ്ടെത്തിയത്. ഞാൻ ഇസബെല്ലയെ വിളിച്ചു. നന്ദൻ അവളോടൊപ്പം ഇല്ലെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നന്ദു അവളോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യത്തിൽ. എവിടെയുണ്ടെന്ന് ചെറിയൊരു സൂചന കിട്ടിയാൽ മതി, ഞാൻ ചെന്ന് 2നെയും പൊക്കും. ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിച്ചു. ഇനി ചെറുത്ത് നിൽപ്പല്ല, തിരിച്ചടിക്കുകയും ചെയ്യും. എൻ്റെ ശക്തി ഞാൻ സ്വയം കണ്ടെത്തി കഴിഞ്ഞു. നന്ദുവും ഇസബെല്ലയും എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ അവിടെ എത്തും എന്നെല്ലാം ദേവിക ബോൾഡായിക്കൊണ്ട് പറയുമ്പോൾ എങ്കിൽ ദേവിക A to Z ഹോം സ്റ്റേയിലേക്ക് ചെല്ലുക, അവർ 2 പേരും അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് ആൻറ്റി ഇത് എങ്ങനെയെന്ന് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പരിചയമുള്ള ഒരാൾ തന്ന വിവരമാണിതെന്നും സംഗതി സത്യമാണെന്നും പറഞ്ഞുകൊണ്ട് ദേവികയ്ക്ക് ആ വീഡിയോ ചന്ദ്രമതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ആ ഒരു വീഡിയോ കണ്ട് ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ദേവിക്ക്. ഉടനെ തന്നെ ദേവിക ഹോം സ്റ്റേയിലേക്ക് പുറപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് സിധു ദേവിയെ വിളിച്ചിട്ട് മോളെ എവിടെയാണെന്നും വൈകിട്ടല്ലേ CM-ഉമായിട്ടുള്ള മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഫയൽ കയ്യിലില്ലാതെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യാച്ച, നമുക്ക് CM-നോട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് കുറച്ച് സാവകാശം ചോദിച്ചു നോക്കാം, അദ്ദേഹത്തിന് മുന്നിൽ ചെല്ലാതിരുന്നാൽ അത് അതിലും വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നെല്ലാം സിദ്ധാർത്ഥ് പറയുമ്പോൾ അതെനിക്കറിയാച്ച, ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്നത് സത്യമാണെങ്കിൽ ഫയലുമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ നന്ദൻ എവിടെയാണെന്ന് വല്ല സൂചനയും മോൾക്ക് കിട്ടിയോ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ കിട്ടിയച്ചാ, അതിനുള്ള യാത്രയിലാണെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ദേവിക. എൻ്റെ ഈ യാത്ര ആയ ഫയൽ വീണ്ടെടുക്കാനുള്ള യാത്രയാണെന്നും ദേവിക പറയുന്നുണ്ട്. ഇതേ സമയം നന്ദനാണെങ്കിൽ ഇസബെല്ല ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്ക് പണം കൊടുക്കുന്നതും ആ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യണം. ദേവിക ഇനി നന്ദൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു വീഡിയോ നന്ദൻ അറിയാതെ ഷൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്നെല്ലാം പറയുമ്പോൾ ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം വിളിക്കാൻ മറക്കരുതെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിവിറച്ച് നിന്ന് പോവാണ് കേട്ടോ നന്ദൻ. കാരണം അതെല്ലാം ഇസബെല്ലയുടെ ഒരു കൊടും ചതിയായിരുന്നു. ദേവികയെ തന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അകറ്റാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ദേവിക തന്നെ ആ ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്നുള്ള ഒരു സത്യങ്ങളെല്ലാം നന്ദൻ അതോടുകൂടി തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് നന്ദനെ ഞെട്ടിച്ചുകൊണ്ട് ദേവികയും അവിടെ എത്തുന്നത്. മാത്രമല്ല ദേവിക ഇസബെല്ലയും നന്ദനും ഒരുമിച്ചുള്ള ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം നന്ദനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നന്ദൻ ഇസബെല്ലയുടെ കൊടും ചതി മനസ്സിലാക്കി വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്